വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാം ബോയ് ഗൈസ്. നമ്മുടെ സുരേഷ് ഗോപി വീണ്ടും ജാതി റിലേറ്റഡ് പ്രസ്താവനകൾ നടത്തി വിവാദത്തിലായിട്ടുണ്ട്. കാസ്റ്റ് റിലേറ്റഡ് പ്രസ്താവനകൾ മുമ്പ് നടത്തി വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും അങ്ങനെ ഒരു പ്രസ്താവന പുള്ളിക്കാരൻ നടത്തിയിട്ടുണ്ട്. അത് മൊത്തം വിവാദമായിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ പ്രസ്താവന ഒന്ന് കേൾക്കാം. 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനം. ജാതിവശാൽ അങ്ങനെ നമ്മൾ പ്രാക്ടിക്കൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതം, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസമുണ്ടാകും. ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവന. ഉന്നത കുലജാതർ ഭരിച്ചാൽ മാത്രമേ, ഗോത്രവർഗ്ഗക്കാരുടെ കാര്യം നോക്കിയാൽ മാത്രമേ വലിയ മാറ്റം സംഭവിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ ഭരിച്ചാൽ മാത്രമേ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അവരുടെ ആ ഒരു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്കായിരിക്കില്ലേ കൂടുതലും നല്ല രീതിയിൽ അറിയാവുന്നത്. പിന്നെ ഈ ജാതി, ഉന്നത കുലജാതർ, താഴ്ന്ന ജാതിക്കാർ, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരുപാട് സ്ഥലങ്ങളിലും ഈ ജാതിയുടെ പേരിൽ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഉന്നത കുലജാതർ നോക്കിയാൽ വലിയ വ്യത്യാസം ഉണ്ടാകും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ജാതി വ്യവസ്ഥയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകൾ ഭരിക്കണം എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇവർ ഭരിച്ചാൽ എന്താണ് മാറ്റം വരാൻ പോകുന്നത്? മോസ്റ്റ് ഓഫ് ദി ഉന്നത കുലജാതർ, സോക്കോൾഡ് ഉന്നത കുലജാതരൊക്കെ ഇപ്പോഴും താഴ്ന്ന ജാതിക്കാരെ വളരെ പുച്ഛത്തോടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തോടൊക്കെ നോക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിലോട്ട് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടല്ലോ? എല്ലാ മേഖലകളിലും ഏത് ജാതി എടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്തൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, ഉയർന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. ജാതി നോക്കി മന്ത്രിസ്ഥാനം കൊടുക്കാതെ അവർക്ക് ഉള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. വിദ്യാഭ്യാസം നോക്കി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പാർലമെന്റിലുള്ള പകുതി ആളുകളെ പിരിച്ചു കൊണ്ടുവരും, അത് വേറെ കാര്യം. പിന്നെ ഈ കാലത്തും ഇങ്ങനെ ജാതി, ഉന്നത കുലജാതരെന്നും താഴ്ന്ന ജാതിക്കാരുടെ കാര്യമൊക്കെ അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യാതെ നല്ല അറിവ്, വിദ്യാഭ്യാസം, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് തന്നെ മന്ത്രിസ്ഥാനം എത്തണം എന്ന് ആഗ്രഹിക്കുക. താഴ്ന്ന ജാതിയിൽ പെട്ടവർ തന്നെ ആ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്താൽ എന്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല? എന്ത് അടിസ്ഥാനത്തിലാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്? മുകളിൽ അപ്പർ ക്ലാസ്സിലിരിക്കുന്നവർ വന്ന് ഭരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ മുന്നോട്ട് പ്രോഗ്രസ് ഉണ്ടാവും. മേ ബി പുള്ളിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ, അത് പുള്ളിക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ചോട്ടെ. പക്ഷേ പുള്ളി അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇക്കാലത്ത് ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലൊക്കെ ആളുകളെ വിലയിരുത്തുന്നതും മുകളിലുള്ളവർ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം വരും, താഴെയുള്ളവർ ആ മന്ത്രിസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും വരില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് അത് ഒരു മന്ത്രിക്ക് ചേർന്നതല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മുകളിലിരിക്കുന്നവർക്ക് എന്താ പ്രത്യേക കഴിവുകൾ വല്ലതും ഉണ്ടോ ഈ താഴ്ന്നു നിൽക്കുന്നവരെ പൊക്കിക്കൊണ്ടുവരാനൊക്കെ? എസ്പെഷ്യലി അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്കല്ലേ അറിയൂ. ഈ പ്രിവിലേജ്ഡായിട്ട് പൊങ്ങി കയറി സോക്കോൾഡ് ഉന്നത കുലജാതരായിട്ട് മണ്ടക്കിരിക്കുന്നവർക്ക് എങ്ങനെ മനസ്സിലാവും ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ? അവർക്കെങ്ങനെ മനസ്സിലാവും? പിന്നെ ഈ ജാതിയൊക്കെ പറഞ്ഞ് ആളുകളെ ഇപ്പോഴും വിലയിരുത്തുന്ന പ്രവണതയൊന്നും ശരിയല്ല. ആരായാലും ഒരേ രീതിയിൽ ആളുകളെ മനുഷ്യരായിട്ട് കാണുന്നവരെ ഓരോ മന്ത്രിസ്ഥാനത്തേക്ക് നിയമിക്കുക. അതിനുള്ള കഴിവും വിദ്യാഭ്യാസവും ഈ ബയാസ്ഡായിട്ട് ഈ തരം തിരിച്ച് കാണുന്നവരെ ഒരിക്കലും ഇത്തരത്തിലുള്ള മന്ത്രിസ്ഥാനം ഒന്നും കൊണ്ട് കൊടുക്കാതിരിക്കുക. മനുഷ്യനായിട്ട് കാണുന്ന ഒരാൾക്ക് ഈ തരത്തിലുള്ള മന്ത്രിസ്ഥാനങ്ങളൊക്കെ കൊടുക്കുക. ഈ ഇപ്പോഴും വലിയ ബ്രാഹ്മണനാണ്, നായിഡുവാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ കൊമ്പത്തെ ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളുടെ വകുപ്പുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യരായിട്ട് കാണുന്നവർക്ക് ഇങ്ങനത്തെ മന്ത്രിസ്ഥാനമൊക്കെ കൊടുക്കുക. അല്ലാതെ ഉന്നത കുലജാതർ വന്നു കഴിഞ്ഞാൽ അങ്ങ് മലമറിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.